64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സാംസ്കാരിക തലസ്ഥാനവും പൂരനഗരിയുമെല്ലാമായ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നു. അതിന്റെ എല്ലാ വളരെ ഗംഭീരമായ നിലയിൽ എല്ലാ വിശദാംശങ്ങളും സംഘടിപ്പിക്കുന്നതിന് സംഘാടക സമിതി സജ്ജമായിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി നിരവധി യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് 9 മണി മുതൽ വിവിധ യോഗങ്ങളെ അഭിസംബോധന ചെയ്ത് ഈ വിശദാംശങ്ങളാകെ അവരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ സൂചിപ്പിക്കപ്പെട്ടു. ധാരാളിത്തം ഒഴിവാക്കി വളരെ മിതത്വത്തോടുകൂടി എന്നാൽ ഏറ്റവും വിദ്യാർത്ഥി സൗഹൃദപരമായി ആർക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അവിസ്മരണീയമായ ഒരു അനുഭവമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഏവർക്കും ഈ കലോത്സവത്തെ മാറ്റിത്തീർക്കാനുള്ള സഹായ സഹകരണങ്ങളാണ് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളും ഇല്ലാത്ത വിധത്തിൽ ഇത് കൂട്ടായ്മയോടുകൂടി സംഘടിപ്പിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. വ്യത്യസ്തമായ നിലയിലുള്ള ഒരു കലോത്സവമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടട്ടെ. കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് ജേതാക്കളാണ്. ആ ഒരു ആവേശവും ഊർജവും നമുക്ക് ഈ സംഘാടന വേളയിലും ഉണ്ട്. അപ്പോൾ ഒപ്പം ഉണ്ടാകണം എന്ന് സവിനയം സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാം.